പഠിക്കാത്ത കുട്ടിയെ പഠിപ്പിക്കുമ്പോഴാണ് ഒരു അധ്യാപിക ശരിക്കും ഒരു ടീച്ചർ ആവണത്. അല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്. 100% വിജയം നേടി. 2331 സ്കൂളുകളാണ് 100% വിജയം നേടിയത്. ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ടീച്ചർ മകനുണ്ടായിരുന്നു. അതെന്താണ് ശരിക്കും സംഭവിച്ചത്? അവനും ഈ പറഞ്ഞ പോലെ ഈ മരിച്ച കുട്ടിയുടെ അതേ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ് ഔട്ട് ആയപ്പോൾ മാർക്ക് കുറവാണെന്നും പറഞ്ഞ് ആദ്യം 9th ഡിയിലായിരുന്നു കുട്ടി. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ മോന് മാർക്ക് കുറയുകയും ചെയ്തു. അപ്പോൾ അവർ നോട്ടീസ് ബോർഡിൽ കുട്ടിയുടെ പേര് എഴുതി, കുറച്ച് കുട്ടികളുടെ പേരും എഴുതിയിരുന്നു. അത് വല്ലാത്തൊരു മാനസിക പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഇവിടെ വന്നിട്ട് 9th ഇയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പറഞ്ഞു കുട്ടീനെ. അപ്പോൾ പാരൻസ് വന്നിട്ട് വേണം അത് സംസാരിക്കാൻ പറഞ്ഞു. അപ്രകാരം കുട്ടിയെ 9th ഇയിലേക്ക് മാറ്റി. 9th ഇയിലേക്ക് മാറ്റിയപ്പോൾ കുട്ടി ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലായി. മാനസികമായിട്ട് കുട്ടിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. അതിൻ്റെ ഫ്രണ്ട്സ് എല്ലാം മാറി അമ്മ എനിക്ക് അവിടെ നിന്ന് അപ്പോൾ പറഞ്ഞാൽ മോൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഒന്ന് അവിടെ സെറ്റായി വരണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് 9th ഇയിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്. അപ്പോൾ അത് മോനിലുണ്ടാക്കിയ വല്ലാത്തൊരു വേദന, നമുക്കിത് കണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും. അപ്പോൾ ഞാൻ അവിടെ ടീച്ചറും ആണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു അവിടുന്ന് മാറ്റുകയാണ് നമുക്ക് നല്ലത്. കാരണം അത് ഏത് സ്കൂളിലാണെങ്കിലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കും. ഇപ്പോൾ പഠിക്കാത്ത കുട്ടിയെ പഠിപ്പിക്കുമ്പോഴാണ് ഒരു അധ്യാപിക ശരിക്കും ഒരു ടീച്ചർ ആവണത്. അല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും പഠിപ്പിച്ചെടുക്കാം. ഇത് ഒരു കാരണവശാലും സ്കൂളിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ A ഡിവിഷൻ, B ഡിവിഷൻ, C ഡിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികളെ A ഡിവിഷനിലേക്ക് മാറ്റിയാൽ Bയിലും Cയിലും പഠിക്കുന്നവരും കുട്ടികൾ തന്നെയല്ലേ? അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. ഇപ്പോൾ C ഡിവിഷനിലാണെന്ന് പറഞ്ഞാൽ പഠിക്കാത്ത കുട്ടികൾ എന്ന ഒരു ബ്രാൻഡ് ആ കുട്ടിയുടെ പുറത്ത് വീഴും. പഠിക്കാത്ത കുട്ടികളെ, പഠിക്കുന്ന കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുക, കുട്ടികളെ എന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കാം, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വേറെ വേറെ ക്ലാസ്സിലേക്ക് മാറ്റുക, ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പൊ കുട്ടികൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുവാണ്. കാരണം നമുക്ക് ഒരുമിച്ചിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം മാറ്റുമ്പോൾ അവർക്ക് പെട്ടെന്ന് വരുന്ന ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലാക്കുക. ഇങ്ങനെയാണ് ഇപ്പൊ ഈ കുട്ടി മരിക്കാൻ സംഭവം ഉണ്ടായത്. അങ്ങനെയാണ് പഠിക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് വേറൊരു ക്ലാസ്സിലോട്ട് മാറ്റിയിട്ട് ആ കുട്ടിയെ ഇങ്ങനെ മാനസികമായിട്ട് കുട്ടി അപ്പളേ പറഞ്ഞു ഇത്രേ. കാരണം ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ടാണ് ഈ കുട്ടി സ്കൂളിൽ നിന്ന് പോയത് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ചെന്നിട്ടാണ് കുട്ടി അങ്ങനെ ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പാൾ നമ്മൾ പറയുന്നത് ആര് പറഞ്ഞത് കേൾക്കില്ല. നിങ്ങൾ ഒപ്പം പഠിക്കുന്ന കുട്ടികളാരാ? എന്തായാലും അത് ഷഫിൾ ചെയ്ത കാരണമാണ് മാറാൻ ഇതായത്. അവളങ്ങനെ വിഷമിക്കുകയൊക്കെ ചെയ്തിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രേഡ് അനുസരിച്ച് ഈ ക്ലാസ്സിലാക്കി അവള് മാർക്ക് നല്ല കുറഞ്ഞേന്. അപ്പൊ ഗേൾസ് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം ബോയ്സ് ആയിരുന്നു. അപ്പൊ ആ 5 പേരിൽ അവള് ഒരാള്, പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികൾ അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു വിഷമത്തിലും അങ്ങനെയൊക്കെയാണ് ഇതായത്. ക്ലാസ് മാറ്റിയല്ലേ? ടീച്ചർ ചവിട്ടി.